അച്ഛനും അമ്മയും തീരുമാനിക്കുന്നതെങ്കിൽ ആ വിവാഹ മുഹൂർത്തത്തിന് മുമ്പ് അവർ എനിക്ക് ചിത കൂട്ടേണ്ടി വരും. ദേവി, ഇങ്ങനെ നിർദ്ദയമായൊന്നും സംസാരിക്കരുത്. എങ്ങനെ അച്ഛനെയും അമ്മയും പറഞ്ഞ് സമ്മതിപ്പിക്കാൻ നോക്കൂ. അവർക്കിഷ്ടമില്ലെങ്കിൽ, അവർ സമ്മതിക്കുന്നില്ലെങ്കിൽ വെറും നിസ്സാരനായി എന്നെ കരുതി അവരെ വേദനിപ്പിക്കരുത്. ആ വാത്സല്യനിധികൾ അനുസരിക്കണം. ഈ നിസ്സാരനായ എന്റെ കാര്യം അതോർത്ത് ദേവി ഒരിക്കലും ദുഃഖിക്കരുത്. ഞാനെങ്ങനെ? ഓഹോ, അങ്ങനെയാണോ എന്നെ കരുതിയിരിക്കുന്നത്? എന്നാൽ കേട്ടുകൊള്ളൂ. ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ അങ്ങേ എന്റെ ജീവിത സർവസ്വമായി സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി മരണത്തിനെ നമ്മെ വേർപെടുത്താൻ കഴിയും. എന്റെ ജീവിത സർവസ്വമേ, ഈ നിമിഷം മുതൽ നീ എന്നെ മറ്റൊരാളാക്കി തീർന്നു. ഇതിന്റെ അന്ത്യം അതിന് എന്ത് തന്നെയായാലും ശരി, എന്റെ ആത്മക്ഷേത്രത്തിൽ ദേവി നിന്നെ ഞാൻ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. ഈ പ്രേമാഗ്നിയിൽ നാളെ നാം ദഹിക്കുന്നെങ്കിൽ ദഹിച്ചോട്ടെ. പ്രിയപ്പെട്ടവളെ, ഇനി എന്ത് തന്നെ സംഭവിച്ചാലും ശരി, നിന്റെ പ്രണയം ഞാൻ പരിത്യജിക്കുകയില്ല. കഷ്ടമായി നിന്നാശകളെല്ലാം വ്യർത്ഥമാണിനി ചന്ദ്രികേ. അസുമുഖനാട്ടിടയനെ വിസ്മരിക്കുവാൻ നോക്കു നീ. നിശ്ചയിച്ചു കഴിഞ്ഞു നിൻ വിവാഹോത്സവത്തിൻ സമസ്തവും. ചന്ദ്രികേ, ചന്ദ്രികേ, നീ അവിടെ എന്ത് ചെയ്യുന്നു? അവരിങ്ങ് എത്താറായി. വരട്ടെ. എടി, നിന്നെ പെണ്ണ് കാണാനാണ് അവർ വരുന്നത്. അതിനെന്താ, കണ്ടിട്ട് പോട്ടെ. നീ എന്താ ഇപ്പോഴും ഒരു താല്പര്യമില്ലാത്ത മട്ടിൽ? അച്ഛൻ നിന്നോട് എല്ലാ കാര്യവും വിസ്തരിച്ച് പറഞ്ഞതല്ലേ? എനിക്ക് പറയാനുള്ളതല്ലേ വിസ്തരിച്ച് ഞാനും അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നീ വാശിയിൽ തന്നെയാണല്ലേ? വാശിയൊന്നുമല്ലമ്മേ, ഇത് എന്റെ കാര്യമാണ്. ഇക്കാര്യത്തിലെങ്കിലും എന്റെ അഭിപ്രായം ചോദിക്കേണ്ടേ? എടി, അച്ഛൻ നിന്റെ അടുത്ത് എല്ലാ കാര്യവും വിസ്തരിച്ച് പറഞ്ഞില്ലേ? അച്ഛന് പറയാനുള്ളതല്ല അച്ഛൻ പറഞ്ഞു, എന്നോട് അഭിപ്രായം ചോദിച്ചുമില്ല. എന്നിട്ടും ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അച്ഛനത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. അച്ഛന് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. ഇങ്ങനെയായിരിക്കണം കുടുംബത്തിൽ പിറന്ന കുട്ടികൾ പറയേണ്ടത്. എങ്ങനെ? അമ്മേ, ഇരുട്ടുകൊണ്ട് ഓട്ടം അടയ്ക്കണ്ട. ഇക്കാര്യത്തിൽ അച്ഛന്റെ ഇഷ്ടമല്ല, എന്റെ ഇഷ്ടമാണ് നോക്കേണ്ടത്. മോളെ, നിന്നോട് തർക്കിച്ച് ജയിക്കാനൊന്നും ഞാനില്ല. നീ സുഖമായി ജീവിക്കണമെന്ന് നിന്റെ അച്ഛൻ ആഗ്രഹമുള്ളൂ. നീ അല്ലാതെ ഞങ്ങൾക്ക് മറ്റാരാണുള്ളത്? ഒരേ ഒരു മകൾ. നിന്നെ തറയിൽ വെച്ചല്ല ഞങ്ങൾ വളർത്തിയിട്ടുള്ളത്. നീ എന്ന് പറഞ്ഞാൽ നിന്റെ അച്ഛന് ജീവനാണ്. അത് നിനക്കറിയാമല്ലോ. അങ്ങനെയുള്ളൊരു മകളുടെ സന്തോഷമല്ലേ അമ്മേ നിങ്ങളുടെയും സന്തോഷം? ചന്ദ്രികയെ, നീ എത്ര വാശി പിടിച്ചാലും ഈ കല്യാണം ഞങ്ങൾ നടത്തും. പിന്നെ അങ്ങനെ തന്നെ ആകട്ടെ. പിന്നെ എന്തിനാ എന്നോട് അഭിപ്രായം ചോദിക്കുന്നത്? കൊന്നുകാരിയുള്ള കയറ് മാറുന്നത് പോലെ എന്നെയും വിൽക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ എന്ത് വേണമെന്ന് എനിക്കറിയാം. ഈശ്വര, ഞാൻ എന്തൊരു മഹാഭാവിയാണ്. ഒരു വശത്ത് പിടിവാശിക്കാരനായ അച്ഛൻ, മറുവശത്ത് ഇമ്മയ്ക്ക് വിട്ടുകൊടുക്കാത്ത മകൾ. ഇതിന്റെ ഇടയിൽ നിന്ന് എന്നെ ഒരു കാലം കെട്ടിയെടുത്തോണ്ട് പോകുന്നില്ലല്ലോ. അമ്മ വെറുതെ കരയണ്ടോ? ഞാനാണല്ലോ നിങ്ങൾക്ക് എല്ലാം തടസ്സം. ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാത്ത വിധം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി തന്നേക്കാം. മോളെ, മോളെ, എന്റെ മുഖത്ത് നോക്കി നിനക്കിതെങ്ങനെ പറയാൻ കഴിഞ്ഞു? മോളെ, അവരെത്തിന്ന് തോന്നുന്നു. നീ അച്ഛന്റെ മുഖത്ത് കരിവാരി തേക്കരുത്. അകത്ത് പോയി ഒന്ന് ഒരുങ്ങി വരും. ലോകബോധ്യത്തിനെങ്കിലും അവർ നിന്നെ പെണ്ണ് കണ്ടിട്ട് പോട്ടെ. നിനക്കത് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. ചെല്ല്, എന്റെ മോള് ചെല്ല്. ചെല്ല് മോളെ. അമ്മ ഈ പറഞ്ഞത് ഞാൻ അനുസരിക്കുന്നു. രമണനെ അല്ലാതെ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ അമ്മ എന്നോട് ആവശ്യപ്പെടരുത്. ഇപ്പോൾ ഞാൻ അനുസരണയായി പെരുമാറും. പിന്നെ അവരിങ്ങെത്തി. നമസ്കാരം.
വലിയ ഭൂതത്തിന്റെ ഉടമയാണ്. പേര് കേട്ട തറവാട്ടിലെ കുട്ടികളത്ത് തറവാട്ടിലെ ഇപ്പോൾ എന്താ കാരണം? പിന്നെ കൊച്ചിയിലെയും തിരുവിതാംകൂറിലെയും സർക്കാരുകളിൽ വലിയ ലാവണങ്ങളിലൊക്കെ ഇരിക്കുന്നവർ ഈ തറവാട്ടിലെ അംഗങ്ങളാണ്. എന്റെ വല്യമ്മാവന്റെ കാലത്ത് ദിവാൻജിമാർ അവരുടെ എഴുന്നള്ളത്തിനിടയിൽ 2-3 ദിവസമെങ്കിലും ഈ തറവാട്ടിൽ വിശ്രമിച്ചിട്ടേ പോകാറുള്ളൂ. ആ, ഇത് നമ്മുടെ പയ്യൻ ഗോപാലകൃഷ്ണൻ പഠിക്കാം. അതെ അതെ. ആ, അങ്ങ് കൽക്കട്ടയിലെ വലിയൊരു കമ്പനിയിലെ ഓഫീസറാ. 5 അക്ക ശമ്പളം. വേണ്ട സ്വത്തുണ്ട്. പിന്നെ ഇദ്ദേഹം നമ്മുടെ പയ്യന്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവ് സോമസുന്ദരൻ പണിക്കർ, റിട്ടയർഡ് DSP. ഞാൻ മുമ്പ് ഇവിടെ ആലുവയിൽ DSP ആയി പ്രവർത്തിച്ചിട്ടുണ്ട്. കേട്ട് കാണും. ആലപ്പാട്ട് എസ്റ്റേറ്റ് മാതിരിയുടെ വീട്ടിലെ കവർച്ചയും കൊലപാതകവും കേസന്വേഷണ ചുമതല എനിക്കായിരുന്നു. ഞാനാ പ്രതികളെ പിടിച്ചതും ശിക്ഷിപ്പിച്ചതും ഒക്കെ. ദിവാൻ സ്വാമിയുടെ സ്വർണ്ണ ചങ്ങല തന്നത് പാരിതോഷികമായിട്ട്. അത് വരണമല്ലേ? പോലീസ് എന്നൊക്കെ പറഞ്ഞാല് ഒരു വിലയും നിലയും അന്തസ്സൊക്കെ ഉള്ളതല്ലേ? പിന്നെ നമ്മളിങ്ങനെ പുരാണം പറഞ്ഞുകൊണ്ടിരുന്നാലോ? കുട്ടിയെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ വിളിക്കാം. ബാലകൃഷ്ണ, മാധവി മകളോട് വരാൻ പറയും. കൊടുക്ക. ഗോപാലകൃഷ്ണ, നിന്റെ ഭാവി വധുവാണ്. നേരെ നോക്കിക്കോളൂ. നിങ്ങളൊക്കെ നോക്കി കണ്ടതല്ലേ, ഇനി ഞാൻ പ്രത്യേകിച്ച് എന്ത് നോക്കാൻ? പിന്നെ കുഞ്ഞും കണ്ടല്ലോ. കണ്ടു കണ്ടു. എന്തോ എന്നെ ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. വീട്ടിൽ നിന്ന് വേഷത്തിലാണല്ലോ വരവ്. നീ അതൊന്നും അത്ര വലിയ കാര്യമാക്കണ്ട. കാണാൻ കൊള്ളാന്നുള്ള പെണ്ണ്, ചെറുപ്രായം, വീട്ടുമുടാവുന്നതിലേറെ സ്വത്ത്. നീയാണെങ്കിൽ മൂത്ത് അരയ്ക്കാറായി. നിനക്കിനി ആരാ പെട്ടെന്നൊക്കെ ഒരു പെണ്ണൊക്കെ തരുന്നത്? അതുകൊണ്ട് നമുക്കിതങ്ങ് നടത്തിക്കളെ. തീരുമാനം ഇപ്പൊ പറയണ്ട. പോയിട്ട് ഇവരെ അറിയിക്കാന്ന് പറഞ്ഞാൽ മതി. എങ്കിലേ അതിനൊരു അന്തസ്സുള്ളൂ. നിങ്ങൾക്ക് പെണ്ണിനെ പിടിച്ചോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അതേക്കുറിച്ചൊന്നും ഇപ്പോ സംസാരിക്കുന്നില്ല. നമുക്ക് നല്ലൊരു ദിവസവും മുഹൂർത്തമൊക്കെ നോക്കി ഇതങ്ങ് നടത്തിക്കളെ. എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ. പോയിട്ട് നാളെല്ലാം നോക്കി ഇവരെ ഇങ്ങോട്ട് അറിയിക്കും. ഞാൻ തന്നെ വരാം. അപ്പോ ഇപ്പൊ ഞങ്ങളങ്ങ് ഇറങ്ങട്ടെ. ഗോപാലകൃഷ്ണ, വരട്ടെ. മതി. ചന്ദ്രേ, ഇടി ചന്ദ്രേ, വായുടെ. നീ എന്തിനുള്ള പുറപ്പാടാണ്? ആരോടാണ് വിദ്വേഷം? ആരോടുമല്ല, എന്നോട് തന്നെ. നിന്റെ വിവാഹം ഞാൻ നിശ്ചയിച്ചുറപ്പിച്ചു. എന്താ, നിനക്ക് സമ്മതമല്ലേ? എന്റെ സമ്മതം ചോദിച്ചിട്ടല്ലല്ലോ അച്ഛൻ തീരുമാനിച്ചത്. അല്ല, അതുകൊണ്ട് നീ അനുസരിക്കില്ലേ? അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്ന സങ്കടമാണ്. അതുകൊണ്ട് അച്ഛൻ അറിയാമല്ലോ, ഞാനൊരാളിന് വാക്ക് കൊടുത്തു പോയി. കാട്ടിൽ ആടിനെയും മേച്ച് നടക്കുന്ന തെണ്ടിയായ ഇടയിച്ചെറുക്കനുമായിട്ടല്ലേ? മോളെ, ഈ ജന്മം നടക്കില്ല. എന്നാൽ ഈ ജന്മം എങ്കിലും വിവാഹം ഉണ്ടാകുകയുമില്ല. നീ എന്ത് പറഞ്ഞു? നിന്നെ ലാളിച്ച് ഇത്രയും കാലം വളർത്തിയതിനുള്ള കൂലി അല്ലേ? അവളൊന്ന് ആലോചിക്കട്ടെന്നല്ലേ പറഞ്ഞോളൂ. നമ്മുടെ മോള് കുടുംബത്തിന് മാനക്കേടുണ്ടാക്കില്ല. ഞാൻ ഈ വീടിന് അധികപ്പെട്ടാണെങ്കിൽ പറഞ്ഞാൽ മതി. ഈ നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി തരാം. നീ എന്ത് പറഞ്ഞു? നീ ആ മുറിക്കകത്തിൽ വന്നാൽ മതി. ആ മുറി ഇനി ആരും തുറന്നു പോകരുത്. ദാഹിച്ച വെള്ളം കൂടി കൊടുക്കരുത്. ആ ഭാനുമതി, അവൾ ഒരുത്തിയാണ് ഇവളെ വഷളാക്കുന്നത്. എത്രയും പെട്ടെന്ന് അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേക്കണം. മാധവിയോടാ പറഞ്ഞത്. എന്താ കേട്ടില്ലെന്നുണ്ടോ? നമ്മുടെ മോളുടെ കാര്യമല്ലേ, അവളുടെ സന്തോഷം കൂടി. നിർത്താൻ